ഒരു ഫൈറ്റ് ഈ ചാന്തുപൊട്ടിലെ നടുക്കടലിൽ വെച്ചാണ്. അത് നമ്മൾ ആദ്യം വിചാരിച്ചു ഇവിടെ ചീറ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും കുളത്തിൽ വെച്ച് ചെയ്യാൻ. പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് കിട്ടത്തില്ല എന്നറിയാം. നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കി ഒരു കടൽ പോലെ ഇത് വേവ്സൊക്കെ ഉണ്ടാക്കണമെങ്കിൽ സിസ്റ്റം എല്ലാം ബോംബെയിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് വരേണ്ടി വരും വേവ്സ് ഉണ്ടാക്കാൻ. അപ്പോൾ അത് വേണ്ട, നമുക്ക് നാച്ചുറലായി ട്രൈ ചെയ്യാം. അപ്പോൾ ഈ കടൽ ഡെഫിനറ്റ്ലി ഞാൻ കുറേ യാത്ര ചെയ്തുകൊണ്ട് ഡോക്യുമെൻ്ററിക്ക് വേണ്ടി എനിക്ക് പേടിയില്ലായിരുന്നു. പലരും പേടിച്ചു, പക്ഷേ എല്ലാവരും വന്നു. ഇന്ദ്രജിത്ത്, ദിലീപ് എല്ലാവരും നടുക്കടലിൽ പോയി. നടുക്കടലിൽ പോകുമ്പോൾ ഓൺ ദ വേ തന്നെ എല്ലാവർക്കും സീസിക്കുണ്ടായി. ചിലർ വോമിറ്റ് ചെയ്ത്, ചിലർക്ക് ഉറക്കം അൺബിലീവബിളായിട്ട് എല്ലാവരും ഉറങ്ങുവാണ്. അതിൽ ഉറങ്ങാതിരുന്ന് ഞാനും ത്യാഗരാജ മാസ്റ്ററും ഉറങ്ങിയില്ല. ഞങ്ങൾ രണ്ടുപേരും, കാരണം നമുക്ക് മെയിനായിട്ട് പോയിട്ട് ഇമ്പോർട്ടൻറ്റ് കാര്യം ചെയ്യാനുണ്ട്. അത് ഓർത്ത് ആ ടെൻഷനിൽ ഇരുന്നുകൊണ്ട് ഉറക്കം വന്നില്ല. കണ്ണ് ചെറുതായിട്ട് അടഞ്ഞാലും അത് അത്രയ്ക്ക് വിൻസുണ്ട്. ഓപ്പൺ ബോട്ടായിരുന്നു. കംപ്ലീറ്റ് ആളുകൾ ഉറങ്ങിയപ്പോൾ ഞാനിത് എങ്ങനെ ഷൂട്ട് ചെയ്യാനില്ല. മാസ്റ്റർ പറയുന്നത് പെട്ടുപോയോ, എന്നാലും പോകാമെന്ന് പറഞ്ഞു. അപ്പം ലാൽ ജോസ് പതുക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ആ ഉറക്കത്തിൽ നിന്ന് തന്നെ. അപ്പം ഞങ്ങൾ നടുക്കടലിൽ പോയി എല്ലാം ഹോൾഡ് ചെയ്ത് അവിടെ ഇപ്പോൾ ഓരോരാളെ ഉണർത്തി നമ്മൾ കടലിൽ വെച്ച് ഷോട്ടുകളൊക്കെ എടുക്കാൻ വന്നത്. ആ ഷോട്ടുകൾ എടുക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഭയങ്കര റിസ്ക്കാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ അന്ന് ഇൻഷുറൻസ് ഇല്ല, അതില്ല, ഒരു എക്യുപ്മെൻറ്റ്സ് ഇല്ല സേവ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ലോങ് ആയിട്ടുള്ള എനാക്ട്മെൻ്റ് എല്ലാം അത് ചെയ്തിട്ട് ഞാൻ മാഷിട്ട് പറഞ്ഞു, ത്യാഗരാജ മാസ്റ്റർ നമുക്ക് പോവാം, തിരിച്ചു പോവാം, പോയിട്ട് ഞാൻ ഏതെങ്കിലും ഒരു പാണ്ടിൽ വെച്ച് ഞാൻ ചെയ്തു തരാണ്. അപ്പോൾ എനിക്ക് എന്താണ് വാട്ടർ കളർ എങ്ങനെ മാച്ച് ചെയ്യാൻ പറ്റുന്നത്. ഇന്നാണെങ്കിൽ ധൈര്യമായിട്ട് നോ പ്രോബ്ലം എന്ന് പറയാൻ, കാരണം DA എന്ന് പറയുന്ന ഡിജിറ്റൽ ഗ്രേഡിംഗ് ഉണ്ട്. സോ കളർ മാച്ചിങ് ഈസ് സോ ഈസി. അന്ന് നമ്മൾ 3 കളർ വെച്ചാണ് ചെയ്യുന്നത്. റെഡ്, ബ്ലൂ, ഗ്രീൻ വെച്ചിട്ടാണ് ഈ എല്ലാ മാനിപ്പുലേഷനും ചെയ്യുന്നത്. അതിൻ്റെ കോംപ്ലിമെൻ്ററി കളേഴ്സ് കൊണ്ടുവരാനുണ്ട്. അപ്പോൾ വെരി ടഫാണ്. എന്നാലും വി ഹാവ് ടു ടേക്ക് ദാറ്റ് ഡിസിഷൻ. അപ്പം മാസ്റ്റർ ഷോട്ട്സ് എന്ന് പറയുന്ന എല്ലാ വൈഡർ ഷോട്ടൊക്കെ കടൽ കാണിക്കാൻ വേണ്ടി എല്ലാ ഷോട്ടുകളും അവിടെ എടുത്തിട്ട്, പിന്നെ ആലപ്പുഴയിൽ വന്നൊരു പോണ്ട്, ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ ഒരു പ്ലേസിലാണ് ഇതിൻ്റെ പാച്ച് വർക്കൊക്കെ ചെയ്തത്. കാരണം ഞാൻ പോകുമ്പോൾ വിചാരിച്ച് ഇന്ന് ഷൂട്ടിംഗ് നടക്കില്ല, തിരിച്ച് വന്നേ പറ്റുമെന്ന്. പക്ഷേ അപ്പവും ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ പേർ ഉറങ്ങിക്കൊണ്ടിരിക്കുക. അവരറിഞ്ഞൊന്നുമില്ല. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ വരെ ഷൂട്ടിംഗ് നടന്നത് പലർക്കും അറിയത്തില്ല. അങ്ങനെ ഒരു സംഭവം. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഗോപിക ഇതിലൊന്നൊരു ഡിഫറെൻ്റാണ്. ഗോപിക അത് മുമ്പ് ഓട്ടോഗ്രാഫിൽ അഭിനയിച്ച് ഭയങ്കര ഫേമായിരിക്കുന്ന ടൈമിലാണ്. ഞാൻ ഗോപികയുടെ ഈ കോസ്റ്റ്യൂംസ് എല്ലാം പ്രത്യേക കോസ്റ്റ്യൂംസൊന്നും ഒരു ഐഡിയ ഇടാൻ വേണ്ടി ലാൽ ജോസിനെ ഏൽപ്പിച്ചു. അപ്പോൾ ഞാനും സതീഷും കോസ്റ്റ്യൂം ഡിസൈൻ, അല്ല മനോജ് ആലപ്പുഴ എന്ന ഒരാൾ. അപ്പോൾ രണ്ടുപേരും നമ്മൾ ഗോപികക്ക് ചേരുന്ന ഒരു കോസ്റ്റ്യൂം നമ്മൾ സെലക്ട് ചെയ്യാൻ പറ്റുന്ന കളർ എല്ലാം അതിൻ്റെ ഒരു പാറ്റേണിലാണ് നമ്മൾ കൊണ്ടുപോയത്. അപ്പം ത്രൂ ഔട്ട് ആ ഓരോ സീൻ എടുക്കുമ്പോൾ ഗോപികക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പോയത്. അങ്ങനെ പോയി ഈ പടം റിലീസായി. ഗോപികക്ക് ഭയങ്കര പേരായി ഈ പടം. ഓട്ടോഗ്രാഫ് കഴിഞ്ഞിട്ട് ചാന്തുപൊട്ടിലെ ഷീഗയുടെ വെരി ബ്യൂട്ടിഫുൾ നെയിം. അതിന് പെർഫോമൻസും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഭയങ്കര സിൻസിയറായിട്ട് വർക്ക് ചെയ്ത്. ക്യാമറയുടെ മുമ്പ് തന്നെ ഒരു ക്യാമറയുടെ മുമ്പ് ഒരു ബിഹേവിയർ കാണുമ്പോൾ നമുക്കറിയാം ഒരു ആക്ടർ ഹൗ മച്ച് ദേ ആർ ഇൻവോൾവ് എന്ന്. ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ എന്ന് പറയുന്നത്, ക്യാമറ ഈസ് എന്നെ സംബന്ധിച്ചുള്ള ഒരു ടെമ്പിളോ അല്ലെങ്കിൽ ഒരു മാസ്കോ അല്ലെങ്കിൽ ഒരു ചർച്ചോ അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് എൻ്റെ മനസ്സിൽ. ദാറ്റ് ഈസ് മൈ ഡിവൈൻ പ്ലേസ്. അതിന് മുമ്പ് വന്നിട്ട് ഗോസ്റ്റുകൾ കാണിച്ച് നിൽക്കുന്ന ആളുകൾ അപ്പം വന്നിട്ട് മേക്കപ്പ് ചെയ്യുക, അങ്ങനെ വന്ന് ചെയ്യുമ്പോഴാണ് നമ്മളൊരു പഴയ സിനിമാറ്റോഗ്രാഫേഴ്സ് ഒരു സിസ്റ്റത്തിൽ നിന്ന് വന്നവരൊക്കെ ഭയങ്കര ഇറിറ്റേറ്റ് ആവും. എല്ലാവരും ഇറിറ്റേറ്റ് പലത് നമ്മൾ പറയത്തില്ല, സപ്രസ് ചെയ്യും. കാരണം അതാണ് നമ്മുടെ ഫൈനൽ ഔട്ട് എടുക്കുന്ന ഒരു മുന്നിൽ ക്യാമറയ്ക്ക് റെസ്പെക്റ്റ് കൊടുക്കാതെ ഒരു കളിപ്പാട്ടം പോലെ. ഡിജിറ്റൽ വന്ന ശേഷം കുറച്ച് കൂടിപ്പോയി. പഴയ ആക്ടേഴ്സൊക്കെ നേരെ വന്നിട്ട് ക്യാമറ തൊഴുതിട്ട് ഷോട്ട് എടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് ഒരു ബിലീഫ് അത്രേ ഉള്ളൂ. കാരണം ഐ എം ഗോയിങ് ടു ബി ഇപ്പോൾ സ്കൂളിൽ കോളേജിലൊക്കെ പോകുമ്പോൾ ആ ഒരു റൂം നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് പ്ലേസ് പോലെയാണ്. അപ്പോൾ ഈ ഗോപിക ഭയങ്കര എന്താ പറയുക, ഒരു ഭയങ്കര ഡിവൈൻ റെസ്പെക്റ്റ് കൊടുക്കാറുണ്ട് ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ. അപ്പം നമുക്ക് എല്ലാവർക്കും അവർക്ക് തിരിച്ച് അത് കൊടുത്തു. ഈ പടം ഹിറ്റായി. ഹിന്ദുവിൽ ഒരു വലിയ ആർട്ടിക്കിൾ ഗോപിക പറ്റി വന്നു. അപ്പോൾ അതിൽ വന്നിട്ട്
how Gopika, you look very beautiful in this film. ആട്ടോഗ്രാഫിലായിരുന്നു ഭയങ്കര ചേഞ്ച് ഉണ്ടായിരുന്നു, ഹൗ ഇറ്റ് ഈസ്. അപ്പോൾ അവളുടെ ആൻസർ ഇതാന്ന്, ആസ്ക് അഴകപ്പൻ സാർ. അപ്പോൾ എനിക്കത് ഭയങ്കര ക്രെഡിറ്റായി പോയി. കാരണം ഹീറോയിനായിട്ട് ആക്ട് ചെയ്യുന്ന മെയിൻ ക്യാരക്ടർ ചെയ്തൊരു ആൾക്ക് അങ്ങനെ പറയാൻ വേണ്ടി ആവശ്യമില്ല. ഈ യു ആസ്ക് സിനിമാറ്റോഗ്രാഫർ അഴകപ്പൻ സാർ. പിന്നെ ഹിന്ദു മാഗസീനിൽ നിന്ന് എന്നെ വിളിച്ചു, പിന്നെ ന്യൂസ് പേപ്പറിൽ നിന്ന് ഇത് റിപ്ലൈ എന്താണെങ്കിൽ ഇത് ഞങ്ങളൊരു കോളമായിട്ട് കൊടുക്കാൻ ഗോപികയുടെ ആൻസർ ചെയ്തായിരുന്നു, കാൽ അഴകപ്പൻ സാറിൻ്റെ ആസ്ക്. നിങ്ങളെന്ത് പറയുന്നത്? അപ്പം ഞാൻ പറഞ്ഞ്, ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ ഹർ പെർഫോമൻസ് മെയ്ഡ് ഹർ ബ്യൂട്ടിഫുൾ. അതാണ് എൻ്റെ ആൻസറായിരുന്നു. ചാന്തുപൂട്ടിൽ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി. അതായത് ലാൽ ജോസും ഭയങ്കര വിഷ്വൽ ആംബിഷൻസ് ഉള്ള ആളാണ്. എനിക്കും വിഷ്വലായിട്ട് എത്രയ്ക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോൾ, പക്ഷെ ലാൽ ആണ് പ്രൊഡ്യൂസർ ലാൽ ക്രിയേഷൻ എന്ന് പറയുന്ന അവരുടെ ടീമാണ്. അവർ ചെയ്ത പടങ്ങളൊക്കെ സ്റ്റോറി ടെല്ലിങ് പടങ്ങളാണ്, ഹ്യൂമർ ഓറിയൻറ്റഡ് ഫിലിമാണ്. അപ്പോൾ അതിൽ ആക്ടേഴ്സും ക്യാരക്ടേഴ്സും സിറ്റുവേഷനാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഈ പടത്തിൽ ബാക്ക്ഗ്രൗണ്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്, അതിൻ്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോർഗ്രൗണ്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്, അത് എവിടെ നടക്കുന്ന ആ സിറ്റുവേഷനുക്കുള്ള ലൈറ്റിംഗ് പാറ്റേൺ ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെയൊക്കെ ടെക്നിക്കലി വെരി ഇമ്പോർട്ടൻറ്റ് ഫിലിമാണ്. അപ്പോൾ ഇത് നമ്മൾ അർത്തിങ്കലിൽ ഷൂട്ട് ചെയ്ത് ബിക്കോസ് ഓഫ് ദ ഹോട്ട് സൺ, പല പ്രോബ്ലങ്ങൾ, മഴ പെയ്ത്, അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര മഴ പെയ്ത്, അപ്പോൾ അതിലെ സെറ്റൊക്കെ കുറച്ച് ഡാമേജായി. ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലം കൊണ്ട് ഒരു ചെറിയ എക്സ്റ്റൻഷൻ വന്നു. ഇത് നീണ്ടുപോയപ്പം പ്രൊഡ്യൂസർ റെസ്ലെസ്സായി. അപ്പോൾ ഈ പടം അർത്തിങ്കളിലെ പാക്കപ്പിന് വിളിച്ചിട്ട് നമ്മളെല്ലവരും ഗോവയ്ക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും നാളെ ട്രെയിനിൽ എല്ലാവരും കയറിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാനും ലാൽ ജോസും അവിടെ അർത്തിങ്കളിൽ തന്നെ സ്റ്റേ ചെയ്തു. അവിടെ ചേർത്തലയിൽ സ്റ്റേ ചെയ്തു. ബാക്കി എല്ലാവരും ഷിഫ്റ്റ് ചെയ്ത് ട്രെയിനിൽ പോകുന്നവർ എല്ലാവരും ഷിഫ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുറേ പേര് എൻ്റെ ക്യാമറ അസിസ്റ്റൻസൊക്കെ ക്യാമറയൊക്കെ ലോഡ് ചെയ്തിട്ട് ട്രെയിനിൽ കയറി. പെട്ടെന്ന് ഒരു കോൾ വരുന്ന നമ്മുടെ ശവൻ ആർട്സ് മോഹൻ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ ഒന്ന് ലാൽ ജോസിൻ്റെ പറയുന്ന പ്രൊഡ്യൂസർ പറഞ്ഞ് ഇനി എത്ര ബഡ്ജറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയാൽ മതിയെന്ന്. അപ്പോൾ ആകെ ടെൻഷനായി. പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ കുറേ പേര് ട്രെയിനിൽ കയറി പോയി. അങ്ങനെ ആ ട്രെയിനിൽ പോയവരൊക്കെ, കാരണം ഈ ബഡ്ജറ്റ് കൂടി പോകുന്ന അവർക്ക് വെറുതെ ആവുന്നോ എന്നൊരു ഡൗട്ട് വന്നുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. കാരണം ലാൽ ഓരോ ഫ്രെയിമൊക്കെ നമ്മൾ എടുക്കുന്ന ടൈമിങ് ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ഹ്യൂമർ ഫിലിമിന് പറഞ്ഞ് ക്യാമറ വെറുതെ ഓട്ടില്ല, എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തു. അങ്ങനെ ട്രെയിനിൽ പോയ ആളുകളൊക്കെ എവിടെയോ ചാലക്കുടിയോ അങ്കമാലിയിലോ വെച്ച് ഇറക്കി വിട്ടു. അപ്പോൾ എൻ്റെ ക്യാമറ അസിസ്റ്റൻ്റ് വിളിച്ച്, സാർ ഞങ്ങളെ ട്രെയിനിൽ നിന്ന് ഇറക്കിയെന്ന്, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പം ഇല്ല ഇപ്പം ഷൂട്ടിംഗ് പോസ്റ്റ്പോൺ ആയിന്ന്. ഞാൻ ഷോക്കായിപ്പോയി. അപ്പോൾ അവൻ ഇന്നൊരുത്തൻ ക്യാമറ അസിസ്റ്റൻ്റ് പറയുന്നത്, എൻ്റെ ട്രെയിനിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ട്രൈപോഡ് പോയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ട്രെയിനിൽ തന്നെ. ആകെ പാനിക്കായി സിറ്റുവേഷൻ. ഞാൻ ഭയങ്കര അപ്സെറ്റായി. ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറിട്ട് പറഞ്ഞു, ഇത് വളരെ മോശമാണ്, ഇത് ഇങ്ങനെ ഒരു തീരുമാനം നേരത്തെ എടുക്കണമായിരുന്നു. ട്രെയിനിൽ നിന്നൊക്കെ പെട്ടെന്ന് ഇറക്കി വിടുകയാണെങ്കിൽ ഭയങ്കര ഇൻസൾട്ടഡാണ്. നാളെ അവരെ ഹ്യൂമിലേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് എനിക്കെതിരായിട്ട് എന്തെങ്കിലും അവർ വയലൻ്റ് ആവും. സോ എനിക്ക് ഇനി വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാകും എന്നുള്ള സംഭവം ഞാൻ പറയുകയും ചെയ്തു. കാരണം ആ സമയത്തിൽ എനിക്ക് എന്ത് പറയാനോ അറിയില്ല. ആകെ മൊത്തം പാനിക്കായി. പിന്നെ അവിടെ ഇരുന്ന് ഓവർ ഫോൺ കോൾ പ്രോബ്ലത്തെ സോൾവ് ചെയ്ത് ഞാൻ പ്രൊഡ്യൂസർ ലാലിട്ട് പറഞ്ഞ് ഇത് ഭയങ്കര അൺപ്രൊഫഷണലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അത് ശരിയല്ല എന്ന് പറഞ്ഞപ്പം ദെൻ ഈ അണ്ടർസ്റ്റുഡ്. ഞാൻ പറഞ്ഞ ബഡ്ജറ്റ് നമുക്ക് അവിടെ വന്നിട്ട് സംസാരിക്കാം, ഇവിടെ ഇല്ലെങ്കിൽ പോകും മുമ്പ് സംസാരിക്കണമായിരുന്നു. അത് പിന്നെ അവിടെ സംസാരിക്കാൻ പറഞ്ഞ് പാച്ചപ്പ് ചെയ്ത് വീണ്ടും കണ്ടിന്യൂ ചെയ്ത്. ചാന്തുപൊട്ടിൻ്റെ ഇടയ്ക്ക് ഉണ്ടായ ഒരു ബ്രേക്ക്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. മനസ്സിനക്കര അച്ചുവിൻ്റെ അമ്മ. അത് കഴിഞ്ഞിട്ട് എനിക്ക് സത്യേട്ടൻ്റെ പടം വന്നത് രസതന്ത്രം. രസതന്ത്രം ഫുള്ളാ കഥ കേട്ടപ്പം ഒരു ആസാരിയുടെ കഥയാണ്. അപ്പം ആസാരി ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു കഥയാണ്. കുറേ ആസാരി എല്ലാവരും ഒരുമിച്ച് കാർപ്പൻറ്റേഴ്സ് സ്റ്റൈലിൽ
ഉണ്ടാകുന്ന ഒരു ലൈഫും അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിലുണ്ട് വില്ലേജ് സ്റ്റോറിയാണ്. അപ്പോൾ വില്ലേജും പറഞ്ഞപ്പം ആദ്യം സത്യേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചു, നമുക്കിത് ഷൊർണൂർ ഭാഗത്ത് ചെയ്താലോ എന്ന് ചോദിച്ചു. ഇറ്റ്സ് എ വെരി കോമ്പാക്ട് ഫിലിമായിട്ടാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ ആൻ്റണി പെരുമ്പാവൂരുടെ ഫസ്റ്റ് വർക്കാണ് മോഹൻലാൽ ആൻ്റണി പെരുമ്പാവൂർ ചെയ്യുന്ന സത്യേട്ടൻ്റെ കൂടെ ചെയ്യുന്നത്. അപ്പോൾ സത്യേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കഥ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, ഇത് ഷൊർണൂരിൽ ഒതുങ്ങിപ്പോയ സത്യേട്ടൻ്റെ പഴയ പല സിനിമയുടെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ വീടും മനകൾ ഇങ്ങനെയല്ലേ വരും, നമുക്കൊന്ന് മാറ്റി ചിന്തിച്ചാലോ എന്ന് ചോദിച്ചു. എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ ഞാൻ വീട് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ബെന്നി കുര്യാക്കോസ് എന്ന് പറയുന്ന ആളാണ് എൻ്റെ വീട് ഡിസൈൻ ചെയ്തത്. അപ്പം ബെന്നിയുടെ പിന്നെ മമ്മൂക്കയുടെ വീടൊക്കെ വെച്ച ബെന്നിയാണ് ഇപ്പം വളരെ ഫേമസ് ആർക്കിടെക്ട് ഇൻ ഇന്ത്യ. അപ്പം അദ്ദേഹം ഒരു കാർപ്പൻറ്റർ ഇവിടെ കോട്ടയം സൈഡിൽ നിന്നാണ് വരുന്നത്. കോട്ടയം, തൊടുപുഴ, പാല ഈ ഏരിയയിലിരുന്നാണ് വരുന്നത്. അപ്പം നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ പുള്ളി വരുന്നത് ഭയങ്കര സ്റ്റൈലായിട്ട് ഒരു ജീൻസ്, ഒരു ടീഷർട്ട്, ഒരു ഗോഗിൾസ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ഇപ്പോൾ ഉള്ള ഒരു IT ആൾ പോലെയാണ് വരുന്നത്, ഇറങ്ങും. അപ്പോൾ പുള്ളിയുടെ ഒരു ബൈക്ക് അവിടെ എവിടെയോ വെച്ചിരിക്കുക, വീട്ടിൻ്റെ അടുത്ത് വന്നിട്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് പുള്ളി ട്രെയിനിൽ വന്നിട്ട് ട്രിവാൻഡ്രത്ത് എൻ്റെ വീട്ടിൽ വരുന്ന ഒരു ബൈക്കിൽ. അപ്പം വന്ന് കണ്ട ഒരു ആക്ടർ പോലെ തന്നെ എനിക്ക് തോന്നും. വന്നിട്ട് കംപ്ലീറ്റ് ഇതെല്ലാം ഡ്രസ്സ് മാറ്റും, ഒരു ലുങ്കി കെട്ടും, ഒരു ടവൽ ഇവിടെ ഇടും, ഒരു ആസാരി ആവും. അപ്പോൾ അയാളുടെ പെർഫെക്ഷൻ വർക്ക് ഫിനിഷിങ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ കുറേ വർക്കുകൾ പുള്ളിയെ വെച്ച് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു മനസ്സിലൊക്കെ ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ടായിരുന്നു. ഒരു നോർമലി ആസാരി എന്ന് പറയുന്ന കോൺസെപ്റ്റ് മാറ്റാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ആസാരി ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പം ലാൽ സാരിയും ആ ഒരു സ്റ്റൈലൈസേഷൻ നമുക്ക് മാറ്റിയാലോ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആ ലൊക്കേഷനും അവർ ഇരിക്കുന്ന ഏരിയ എല്ലാം മാറി വന്നാലേ അത് ഒരു കറക്റ്റ് സിങ്ക് ആവും. അപ്പോൾ ഒറ്റപ്പാലം മാറ്റി പിടിച്ചാലൊന്ന്. അങ്ങനെയാണ് ഞാൻ ഈ പാല സൈഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ആ സമയത്തിന് ആലപ്പാട്ട് ഫാമിലി ഹൗസ് എന്ന് തോന്നുന്നു, അവിടെ ഒരു വീട് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു വുഡൻ ഹൗസ്. അപ്പോൾ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് നേരത്തെ മനസ്സിനക്കരയിൽ കിട്ടാതെ പോയ ഒരു വീടാണ്. അപ്പോൾ വീണ്ടും ആ ഏരിയ തന്നെ ഞാൻ നോക്കി, അവിടെ നിന്ന് വീണ്ടും തൊടുപുഴയ്ക്ക് പോയി. തൊടുപുഴ ഞാൻ ആൾറെഡി വാസന്തിലക്ഷ്മി ചെയ്ത് അത് വാസന്തിലക്ഷ്മി സക്സസ് ആയതുകൊണ്ട് കുറേ പടങ്ങൾ അവിടെ ചെയ്യാൻ തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട്. അതുവരെ ഒരു അൺലക്കി ലൊക്കേഷൻ ആണ് പറയുന്ന വാസന്തിലക്ഷ്മി ലൊക്കേഷൻസൊക്കെ പോപ്പുലർ ലൊക്കേഷൻസായിട്ട് മാറി. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ വാസന്തിലക്ഷ്മി ചെയ്തത് വേറെ ഒരു മൂഡിലാണ് ചെയ്തത്, ഇത് വേറൊരു വെസ്റ്റേൺ ലുക്ക് വരുന്ന ലൊക്കേഷൻസ് ഉണ്ട് തൊടുപുഴയിൽ, അത് നമുക്കൊന്ന് ട്രൈ ചെയ്താലോ എന്ന്. അതോടൊപ്പം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് വരാൻ പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് ഫാമിലി വൈഫും ഞാനും മാത്രം വന്ന് തൊടുപുഴയിൽ വന്ന് താമസിച്ചിട്ട് കുറേ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ സ്പോട്ടഡ് ചെയ്തു. കുറേ ലൊക്കേഷൻസ് പോയി, ചെറിയ ചായക്കടയിൽ പോയി ഇരിക്കും. ഞാൻ അന്നൊരു മലയ്ക്ക് പോയിരുന്നു, അത് എവിടെയാണെന്ന് ചോദിക്കും, ഒരു കുന്ന് അപ്രോച്ച് ആ ഏരിയ ഡൗട്ട് വന്ന്. അപ്പോൾ ചായക്കടക്കാരൻ കൂടെ വരും, വന്നിട്ട് കാണിച്ചു. ഇങ്ങനെ പല ലൊക്കേഷൻ കണ്ടിട്ട് ഞാൻ തിരിച്ച് ട്രിവാൻഡ്രത്ത് പോയി. സത്യേട്ടൻ്റെ പറഞ്ഞു ഇനി കുറച്ച് കോൺഫിഡൻസ് ഉണ്ട്, ഇനി പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ഡയറക്ടർ അപ്പം ആരാൻ വയ്ക്കണമെന്ന് അച്ചുവിൻ്റെ അമ്മ കഴിഞ്ഞ ശേഷം വേറെ ഒരു ആർട്ട് ഡയറക്ടർ ഞാൻ പറഞ്ഞു కొంచెం വിഷ്വൽ ബ്യൂട്ടി ഉള്ളത് കൊണ്ട് വിഷ്വൽ കോൺട്രിബ്യൂഷൻ വരുന്നത് ഒരു വൈഡർ പെർസ്പെക്റ്റിൽ ആലോചിക്കുന്ന ഒരു ആർട്ട് ഡയറക്ടർ വേണം, ഡെപ്ത് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് പ്രേമനെ മനസ്സിനക്കരെ പ്രേമൻ എനിക്ക് അഗ്നിസാക്ഷി ചെയ്തിട്ടുണ്ട്, പിന്നെ ഇതിൽ മനസ്സിനക്കരയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആർട്ട് ഡയറക്ടർ പ്രേമനെ വീണ്ടും വിളിക്കുന്നു. ആ പടം ഞങ്ങൾ പോകുന്നു, പ്രേമൻ, ഞാൻ, ഒരു പ്രൊഡക്ഷനിലെ ഒരാൾ, എല്ലാവരും ചെന്ന് ലൊക്കേഷൻ അങ്ങനെ നോക്കി എനിക്ക് കുറേ സ്പോട്ട് ചെയ്തു. അപ്പം ഇതിൻ്റെ റോഡ് ടു ഹോം എന്നൊരു ഫിലിം ഉണ്ടായിരുന്നു, കൊറിയൻ ഫിലിം. അത് കഴിഞ്ഞിട്ട് കളർ പർപ്പിൾ, ഇങ്ങനെയൊക്കെ ഫിലിംസൊക്കെ റെഫറൻസ് എടുത്തിട്ട് പ്രേമൻ്റെ കാണിച്ചു. ഇത്ര ഒരു ബ്യൂട്ടിഫിക്കേഷൻ നമുക്ക് ഈ പടത്തിൽ കൊണ്ടുവരാം. വെറും ആസാരി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ പടങ്ങളിലും കാണിക്കുക പോലെ അങ്ങനെ ഒരു ദാരിദ്ര്യ പടമല്ല, ഒരു റിച്ച് മനസ്സുകൊണ്ട് റിച്ചും ലിവിങ് സ്റ്റൈലും റിച്ചായിട്ട് ഒരു ആസാരി ഫാമിലി കൂട്ടം കാണുക. അങ്ങനെ ഇന്നസെൻറ്റ് ചേട്ടൻ ജോയിൻ ചെയ്യുന്ന ആദ്യം ഇന്നസെൻറ്റ് ചേട്ടൻ ഉണ്ടാവുമെന്നോ ഡൗട്ട് ഉണ്ടായിരുന്നു, പുള്ളി ഭയങ്കര ബിസി ആയിരിക്കുമ്പോൾ. പിന്നെ സത്യേട്ടൻ്റെ പടമായതുകൊണ്ട് ഡെഫിനറ്റ്ലി ഉണ്ടാവും. അങ്ങനെ ഇന്നസെൻറ്റ് ചേട്ടൻ വന്നു, അങ്ങനെ ഒരു ടീമുണ്ടായി. അങ്ങനെയാണ് ആ പടം തുടങ്ങി.
ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ തുടങ്ങി. അപ്പോൾ ഓരോ ഫ്രെയിം വയ്ക്കുമ്പോൾ എൻ്റെ കോൺഷ്യസ് എന്താണെങ്കിൽ ഞാൻ നേരത്തെ ചെയ്ത പടങ്ങളുടെ ആ ലൊക്കേഷൻ ആണെങ്കിൽ ആ സെയിം സിമിലർ മറ്റേ ലൊക്കേഷൻ അറിയരുത് ഓഡിയൻസ്. അപ്പം ആ ലൈറ്റിങ്ങിൻ്റെ ഒരു ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് മാറ്റി പിടിക്കാൻ പറഞ്ഞിട്ടാണ് തൊടുപുഴയിലെ വളരെ കോൺഫിഡൻ്റ്. ഈവൻ വസന്തലക്ഷ്മി ചെയ്ത ലൊക്കേഷൻ പോലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പടം കാണുമ്പോൾ ഡെഫിനറ്റ് അറിയാൻ പറ്റില്ല. കാരണം അതിൻ്റെ ആംഗിൾ, ലൈറ്റിംഗ്, ടൈമിങ്, പിന്നെ ലെൻസിങ്, ഇത് മൂന്ന് മാറുമ്പോൾ ഡെഫിനറ്റ് ഒരേ ലൊക്കേഷൻ തന്നെ പലതായിട്ട് പല സിനിമാറ്റോഗ്രാഫർ പലത്. ഇപ്പോൾ വരിക്ക് സിനിമയെ പറ്റി നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. ഓരോരോ സിനിമാറ്റോഗ്രാഫർ പോകുമ്പോൾ ഓരോരോ പാറ്റേൺ ഉണ്ടാവും. അത് വരാതെ റിപ്പീറ്റ് ചെയ്യാതെ നോക്കുന്നത് അടുത്ത പടം ചെയ്യുമ്പോൾ ആ സിനിമാറ്റോഗ്രാഫറിൻ്റെ മെയിൻ ജോബായിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ തൊടുപുഴ റിപ്പീറ്റ് ചെയ്യാതെ നേരത്തെ വൈഡറായിട്ട് ഞാൻ കണ്ട ഫിലിം എനിക്ക് തോന്നുന്നു പുറപ്പാട് എന്നൊരു ഫിലിമിൽ കുറച്ച് വൈഡർ ഫ്രെയിംസൊക്കെ ഉണ്ടായിരുന്നു തൊടുപുഴയിൽ. പക്ഷേ ഒരു വെസ്റ്റേൺ ലുക്കും വരുന്ന ഒരു ഇതും ഉണ്ട്, ഇതിൻ്റെ ഒരു സിനിക് ബ്യൂട്ടിയും ഉണ്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ആ പടം കൊണ്ടുപോയത്. അപ്പോൾ ആ പടം തുടങ്ങുന്ന ഒരു 2 ദിവസം മുമ്പ് ആ ഡയറക്ടറും പ്രേമനും പ്രൊഡക്ഷനിൽ എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. പുള്ളി പോയപ്പോൾ ഞാൻ എൻ്റെ കൈ ഒടിഞ്ഞ പോലെ ആയിപ്പോയി. കാരണം എനിക്ക് ആർട്ട് ഡയറക്ടർ സോ ഇമ്പോർട്ടൻറ്റ്. എന്നെ ഓരോരോ ഫ്രെയിം വയ്ക്കുമ്പോൾ അതിൻ്റെ ഫോർഗ്രൗണ്ട് ഇമ്പോർട്ടൻറ്റ്, ബാക്ക്ഗ്രൗണ്ട് ഇമ്പോർട്ടൻറ്റ്, സെൻറ്റർ പോയിൻ്റ് ഇമ്പോർട്ടൻറ്റ്, ഇതൊക്കെ ഫില്ല് ചെയ്യുന്നത് ആർട്ട് ഡയറക്ടേഴ്സാണ്. നേരത്തെ ഞാൻ മനസ്സിനൊക്കെ സൂചന ചെയ്ത പോലെ അതിൽ കുറേ പ്രേമൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, ഓരോരോ ഫ്രെയിമിലും കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ അത് മിസ്സാവുന്ന ഒരു ഭയങ്കര പേടിച്ചു. പിന്നെ അച്ചുവിൻ്റെ അമ്മ വർക്ക് ചെയ്ത ആ ഡയറക്ടർ വീണ്ടും വിളിച്ച് അത് നമ്മൾ മുന്നോട്ട് പോയി. അപ്പം ഇതിൽ വർക്ക് ചെയ്യുന്ന ഓരോ പ്രോപ്പർട്ടീസ് സോ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. മോഹൻലാൽ ഞാൻ ഭയങ്കര കംഫർട്ടബിളായി ചന്ദ്രോത്സവം കഴിഞ്ഞിട്ട് വളരെ കംഫർട്ടബിളായിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് ഇവിടെ വന്നപ്പം എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട്. മീര ജാസ്മിൻ്റെ ആൾറെഡി ഒരുപാട് പടങ്ങൾ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ഈ ആക്ടേഴ്സ് സോ ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ലൊക്കേഷൻ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുമ്പോൾ ആക്ടേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ, ആക്ടേഴ്സിൻ്റെ കോപ്പറേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. അത് ഈ പടത്തിലെ രസതന്ത്രത്തിൽ കിട്ടി. ആ രസതന്ത്രത്തിൽ ഓരോ പാട്ട് ചെയ്യുമ്പോൾ നമ്മൾ ലൊക്കേഷൻ ഇതേപോലെ തന്നെ വേറെ മൂഡിൽ ചെയ്യണം പറഞ്ഞിട്ട് നമ്മൾ അതിന് കുറച്ച് സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടി വന്ന് വാസന്തലക്ഷ്മി ചെയ്തതിൻ്റെ ഇരട്ടി സ്ട്രെയിൻ ഉണ്ടായിരുന്നു ഈ പടം ചെയ്യുമ്പോൾ. കാരണം എൻ്റെ ഡിഫറെൻറ്റ് ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അപ്പോൾ അത് രസതന്ത്രത്തിൽ എനിക്ക് കുറച്ച് എന്താ പറയുക എത്താൻ പറ്റി എന്ന് തോന്നി. ഈ രസതന്ത്രത്തിൽ സത്യേട്ടൻ തന്നെ സ്ക്രിപ്റ്റിംഗ് ചെയ്തതുകൊണ്ട് സത്യേട്ടന് മാക്സിമം ടൈം അതിൽ ഇൻവോൾവ്മെൻ്റ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ ഫ്രീഡം തന്നതുകൊണ്ട് ഞാൻ ഭയങ്കര കോൺഷ്യസായി റെസ്പോൺസിബിലിറ്റി കൂടി. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ ഇതിൽ 4 ഇപ്പോൾ അന്ന് എല്ലാ പടങ്ങളിലും പാട്ട് പിക്ചറൈസേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട്. ഞാൻ സീനിൻ്റെ എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അത് തന്നെ സോങ്ങിൽ കൊടുക്കും, സോങ്ങിൽ എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അത് തന്നെ ഫൈറ്റിൽ കൊടുക്കും. അല്ലാതെ ഒരു ഏരിയക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എന്താ, പടത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ രസതന്ത്രത്തിൽ എവിടെയൊക്കെ നമ്മൾ സോങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അത് സ്റ്റോറി ബോർഡ് ഉണ്ടാക്കി നേരത്തെ കൺസീവായിട്ട് വെച്ചതുകൊണ്ട് പല ലൊക്കേഷനും സത്യേട്ടൻ വന്നിട്ടില്ല. കാരണം എനിക്ക് ഫ്രീഡം തന്നുകൊണ്ട് ഞാൻ ഒരു അസോസിയേറ്റ് ഡയറക്ടർ പോലെ തന്നെ അതിൽ വർക്കും ചെയ്തത് കൊണ്ട് എൻ്റെ മനസ്സിൽ ഞാൻ ഒരു അസോസിയേറ്റ് ഡയറക്ടറുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ഞാൻ എല്ലാ ലൊക്കേഷനും എന്നെ കോൺഫിഡൻസ് ആയിട്ട് ഇട്ട് അങ്ങനെ പാട്ടെടുക്കാൻ തുടങ്ങിയപ്പം മാക്സിമം നമ്മൾ ഫ്രീഡം കിട്ടിയതുകൊണ്ട് ഞാൻ ഒരു വലിയ മിസ്റ്റേക്ക് ചെയ്തു. മറയൂരിൽ ഒരു പാട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ ലൊക്കേഷൻ ഒരു ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക ഒരു ഫ്ലവർ ഷോ നടത്തുന്ന പോലെ ഫ്ലവർ ഏരിയ പോലെ കംപ്ലീറ്റ് ഫ്ലവേഴ്സ്, ഞാൻ ഒരു വയലറ്റ് ഫ്ലവേഴ്സ് കണ്ട ഒരു ലൊക്കേഷൻ ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ടത് 2 മാസം മുമ്പ്. അത് കഴിഞ്ഞ് ഞാൻ ഫോണിൽ വിളിച്ച് ചോദിച്ചു ലോക്കൽ ആളുടെ ഫ്ലവേഴ്സൊക്കെ എപ്പോൾ ഉണ്ടോയെന്ന്. അപ്പോൾ ഉണ്ടും പറഞ്ഞു. അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് ഫ്ലവേഴ്സ് ഉണ്ടല്ലോ എന്ന്. പക്ഷേ ലൊക്കേഷൻ രാവിലെ പോകുമ്പോഴാണ് അവിടെ പോയി എല്ലാവരും കൊറിയോഗ്രാഫി ചെയ്യുന്ന വൃന്ദ മാസ്റ്റർ പിന്നെ മോഹൻലാൽ എല്ലാവരും വന്നു കഴിഞ്ഞു. നമ്മൾ പോയിട്ട് അവിടെ ക്യാമറ നമ്മൾ നോക്കുമ്പോൾ ഒരു ഫ്ലവർ കാണാനില്ല. ഫ്ലവേഴ്സ് ഞാൻ പറഞ്ഞ ലൊക്കേഷൻ ഫോട്ടോ കാണിച്ച ഇത് ഒരു ബന്ധമില്ലാതെ പോയി.
2 ദിവസം മുമ്പ് പോലും ഞാൻ ആർട്ട് ഡയറക്ടറെ ചോദിച്ചു ഒന്ന് പോയി നോക്കണമെന്ന്. പുള്ളി പറഞ്ഞു വേണ്ട സാർ, ഞാനും ഫോൺ ചെയ്ത് അവിടെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടെന്ന്. അതായത് നമ്മൾ കണ്ട ലൊക്കേഷനിലുള്ള ഫ്ലവേഴ്സൊക്കെ പോയി വേറൊരു ലൊക്കേഷൻ അതിൻ്റെ പിന്നിലാണ് ഉണ്ടായിരുന്നത്. അത് നമുക്ക് ഒരു ഫ്രെയിം പോലും ഇല്ല. അവസാനം എല്ലാവരും അപ്സെറ്റായി. അപ്പോൾ അപ്സെറ്റായപ്പോൾ ഞാൻ ഉടനെ മാറ്റിയെടുക്കുന്നത് സിനിമാറ്റോഗ്രാഫറിൻ്റെ ജോലിയാണ്, കാരണം ഉത്തരവാദിത്വം കൂടിയില്ലേ. അപ്പോൾ ഞാനൊരു ഇവരുടെ ഡിഗ് ചെയ്ത് കുറച്ച് മണ്ണ് ഡിഗ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും മനസ്സിലായി ഇതിലെന്ത് ചെയ്യാൻ പോകുന്നു. അങ്ങനെ മണ്ണ് ഡിഗ് ചെയ്തപ്പം ഈ ഫ്ലവേഴ്സ് തന്നെ അടുത്ത കിളുത്ത് വിടുന്ന കുറേ ഫ്ലവേഴ്സ് നമ്മൾ ഐ ലെവലിൽ കാണത്തില്ല. നേരിൽ കാണുമ്പോൾ ആ ഫ്ലവേഴ്സ് ഇല്ലാത്ത പോലെ തോന്നി. അപ്പുറത്ത് നോക്കുമ്പോൾ ഫ്ലവേഴ്സ്, പക്ഷേ അവിടെ നമുക്കിപ്പോൾ ക്യാമറ കൊണ്ട് വെറ്റ് ലാൻഡാണ്, ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഡിഗ് ചെയ്തിട്ട് എല്ലാം ലോ ആംഗിളിൽ വെച്ചിട്ട് ഒരു ഫ്രെയിം വെച്ചപ്പം അത് കണ്ടിട്ട് വൃന്ദ മാസ്റ്റർ പറഞ്ഞു ഇതെവിടെയാണ്, ഈ ലൊക്കേഷൻ എവിടെയാണ്. അപ്പോൾ ക്യാമറ ഐ പീസിൽ ഒന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ ഉണ്ടെന്ന്. സോ നമ്മൾ പല ഇതിലും സിറ്റുവേഷൻ ഈ സിനിമ വർക്ക് ചെയ്യുമ്പോൾ ടെലിവിഷൻ വർക്ക് ചെയ്യുന്നതിൻ്റെ എക്സ്പീരിയൻസാണ് കണ്ടെത്തുക. യു ഫൈൻഡ് ഔട്ട് ദ പ്ലേസ് വെയർ യു ക്യാൻ ഗെറ്റ് ദ ബെറ്റർ ഫ്രെയിമിങ്. ആ എല്ലാ ലൊക്കേഷനിലും ഒരു ഫ്രെയിമിംഗ് ഉണ്ടാവും. നമ്മൾ വന്നിട്ട് അപ്സെറ്റാകാൻ വേണ്ടി ആവശ്യമില്ല. മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ് എങ്ങനെ ഒരു വേസ് കിട്ടിയാൽ കൊള്ളാമെങ്കിൽ. ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടൊക്കെ എടുക്കുന്നത്. അപ്പോൾ ക്യാമറ മേളിൽ ഇങ്ങനെ ക്യാമറ വന്നുകൊണ്ടിരിക്കും. എവിടെ നിന്നാണ് അറിയില്ല, ഒരു വലിയ വേവ്സ്. ഞാൻ തലേദിവസം കണ്ടില്ല, അതിന് മുമ്പത്തെ ദിവസം ഒരു വലിയ വേവ്സ് ഒന്ന് സ്ലോ മോഷനിൽ ബാക്കിൽ അടിച്ചുകൊണ്ടേയിരിക്കുന്നു ലാൽ സാർ ഇങ്ങനെ നടന്നു വരുമ്പോൾ. അപ്പോൾ ഞാൻ ടൈറ്റ് ഇങ്ങനെ ക്യാമറ ക്രൈൻ പോയി വല്ല ക്ലോസപ്പ് വന്നപ്പോൾ പുള്ളിയുടെ കംപ്ലീറ്റ് 2 കണ്ണിലും ഇത് നല്ല ടീയേഴ്സ് ഉണ്ട്. ബാക്കിൽ നല്ല വേവ്സ് വീണ്ടും വന്ന് സ്ലോ മോഷനിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. അത് കണ്ടിട്ട് ഞാൻ കരഞ്ഞു പോയി. കാരണം ഹാപ്പിനെസ് കൊണ്ട്